ഹമാസ് തലവൻ മുഹമ്മദ് സിൻവാറിന്റെ പിൻഗാമിയാകാൻ ഇസൽദിൻ അൽ ഹദ്ദാദ്. ഹമാസ് തലവന്മാരായിരുന്ന യഹിയ സിൻവാറും സഹോദരൻ മുഹമ്മദ് സിൻവാറും ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് മുതിർന്ന സൈനിക മേധാവിയായ അൽ ഹദ്ദാദ് ഹമാസിന്റെ തലവനാകുന്നത്. നിലവിൽ ഹമാസിന്റെ ഏറ്റവും മുതിർന്ന കമാൻഡർ. 2023 ഒക്ടോബർ 7 ഇസ്രയേലിനെതിരെ ഹമാസ് നടത്തിയ ആക്രമണങ്ങളിൽ മുഖ്യ ആസൂത്രകൻ. ഗസ സിറ്റിയിലെ ഇസൽദിൻ അൽ ഖസാം മേധാവി. ഹമാസിന്റെ ഏറ്റവും കരുത്തനായ മേധാവികളിൽ ഒരാൾ. വെടിനിർത്തലിൽ ബന്ദി കൈമാറ്റത്തിന് ഹമാസിന് നേതൃത്വം നൽകിയ ഹദ്ദാദിനെ കൊലപ്പെടുത്താൻ പലവട്ടം ശ്രമം നടന്നു. ഈസ് അൽ ഹദ്ദാദിനെ കണ്ടെത്തുന്നവർക്ക് $7.5 ലക്ഷം പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. പിടികൊടുക്കാതിരിക്കാൻ രഹസ്യ കേന്ദ്രങ്ങളിലിരുന്നാണ് ഹദ്ദാദിന്റെ നീക്കങ്ങൾ. 2023 നവംബറിൽ ഇസ്രയേൽ അഹമ്മദ് അൽ ഗന്തൂറിനെ വധിച്ചതിനു ശേഷം വടക്കൻ ഗസ ബ്രിഗേഡ് ആക്ടിംഗ് കമാൻഡറാണ് ഹദ്ദാദ്. മുൻ ഖസം ബ്രിഗേഡ് നേതാവായിരുന്ന മുഹമ്മദ് ദേഫ് ഇസ്രയേൽ സൈന്യത്തിന്റെ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ പിൻഗാമിയായി എത്തിയത് അൽ ഹദ്ദാദാണ്. ഹമാസ് തലവൻ യഹിയ സിൻവാർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് പിൻഗാമിയായ സഹോദരൻ മുഹമ്മദ് സിൻവാറിനെ IDF കൊലപ്പെടുത്തിയത് മെയ് 17. നിലവിൽ ഹമാസിന്റെ 5 പ്രധാന തലവന്മാരിൽ അവശേഷിക്കുന്ന ഏക നേതാവാണ് അൽ ഹദ്ദാദ്. ഇന്റർനാഷണൽ ഡെസ്ക് 24.